Good morning, friends. Welcome to the topic Indus Valley Civilization. ഇന്നത്തെ ക്ലാസ് ഇതാണ് സിന്ധു നദീതീര സംസ്കാരം. എ ഗ്രേറ്റ് സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ഇൻഡസ് ഈസ് കോൾഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതീരത്ത് ആരംഭിച്ച അല്ലെങ്കിൽ ഫ്ലോറിഷ് ചെയ്ത ഒരു സംസ്കാരത്തെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് എക്സിസ്റ്റഡ് 3300 BC to 1300 BC. ഇങ്ങനെ പറയപ്പെടുന്നു. കറക്റ്റ് ഡേറ്റ് നമുക്ക് പറയാൻ സാധ്യമല്ല, പല ഡേറ്റുകളുമുണ്ട്. 3300 മുതൽ 1300 BC വരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു സിന്ധു നദീതട സംസ്കാരം. ആൻഡ് ഇറ്റ്സ് മെച്യൂർഡ് പീരിയഡ് ഈസ് 2600 BC to 1900 BC. ഇതിൻ്റെ മെച്യൂർഡ് പീരീഡ് എന്ന് പറയുന്നത് 2600 BC മുതൽ 1900 BC വരെയായിരുന്നു. ദിസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫ്ലോറിഷ്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് പാർട്ട് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസിലാണ്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് പാർട്ടിലാണ് ഈ സംസ്കാരം, ഈ ബ്രോൺസ് ഏജ് സംസ്കാരം കണ്ടിരുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ഇസ് സൈറ്റ്സ് ബിലോങ്സ് ടു മോഡേൺ പാകിസ്ഥാൻ, നോർത്ത് ഈസ്റ്റ് അഫ്ഗാനിസ്ഥാൻ ആൻഡ് നോർത്ത് വെസ്റ്റ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഭാഗത്തും പാകിസ്ഥാൻ്റെ ഭാഗത്തും അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗങ്ങളിലും ഒക്കെയാണ് ഈ സംസ്കാരം പഴയ കാലത്ത് കണ്ടത്. ഹാരപ്പ വാസ് ദ ഫസ്റ്റ് സൈറ്റ് ഡിസ്കവേർഡ് ബൈ ദ ആർക്കിയോളജിസ്റ്റ്. ആർക്കിയോളജിസ്റ്റുകൾ എക്സ്കവേഷൻസ് നടത്തി കണ്ടെത്തുന്ന ആദ്യത്തെ സ്ഥലം എന്ന് പറയുന്നത് ഈ ഹാരപ്പ എന്ന് പറയുന്ന സ്ഥലം ആയിരുന്നു. ഹാരപ്പ. സോ ദിസ് സിവിലൈസേഷൻ ഈസ് ആൾസോ നോൺ ആസ് ഹാരപ്പൻ സിവിലൈസേഷൻ. ആദ്യമായിട്ട് ഹാരപ്പ കണ്ടെത്തിയതുകൊണ്ട് ഈ സംസ്കാരത്തിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു, ഹാരപ്പൻ സംസ്കാരം എന്നും അറിയപ്പെടുന്നു. ഹരപ്പ, മോഹൻജദാരോ, ധോളവീര, രാഖിഘട്ട് എക്സെട്ര വേർ ദ ഇമ്പോർട്ടൻ്റ് സിറ്റീസ് ഓഫ് ദി സിവിലൈസേഷൻ. ഇതിൻ്റെ പ്രധാനപ്പെട്ട സിറ്റികൾ എന്ന് പറയുന്നത് മോഹൻജദാരോ, ഹാരപ്പ, ധോളവീര, രാഖിഘട്ട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ ആയിരുന്നു. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് സൈറ്റ്സ് ഓഫ് ഇൻഡസ് വാലി? ഇൻഡസ് വാലിയുടെ പ്രധാനപ്പെട്ട സൈറ്റുകൾ ഏതൊക്കെയായിരുന്നു? ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്തത്? Sir John Marshall discovered the Indus Valley civilization with his colleagues in 1920s. 1920കളിലാണ് സർ ജോൺ മാർഷൽ എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ഈ ഒരു മഹത്തായ സംസ്കാരം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. മോർട്ടിമർ വീലർ, നെക്സ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ, റോട്ട് എ ബുക്ക് ഓൺ ഇന്ത്യൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സംസ്കാരത്തെക്കുറിച്ചിട്ട് തൊട്ടടുത്ത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിച്ച മോർട്ടിമർ വീലറും കണ്ടെത്തുകയുണ്ടായി. പല കാര്യങ്ങളും കണ്ടെത്തി അദ്ദേഹം എഴുതുകയും ചെയ്തു. ഇൻഡസ് വാലി സംസ്കാരത്തെക്കുറിച്ചിട്ട് എഴുതുകയും ഉണ്ടായി. ദേ ഡിസ്കവേർഡ് സിമിലർ ഓബ്ജക്ട്സ് ഫ്രം ഹാരപ്പ, രൂപാർ, ആലംഗീർപൂർ, കാലിബംഗൻ, ലോത്തൽ, സുർക്കോത്തട എക്സെട്ര. ഒരേ തരം വസ്തുതകൾ പല ഇടങ്ങളിൽ നിന്ന് അവർ കുഴിച്ചെടുത്തു. പ്രത്യേകിച്ച് ഹാരപ്പ, രൂപാർ, ആലംഗീർപൂർ, കാലിബംഗൻ, ലോത്തൽ, സുർക്കോത്തട തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരേ സാധനങ്ങൾ, ഒരേ മെറ്റീരിയൽസ് അവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ദ ഡിസ്കവറീസ് ഓഫ് ഹാരപ്പ ഇൻ ദ മോൺഗോമറി ഡിസ്ട്രിക്റ്റ് ഓഫ് പഞ്ചാബ് മെയ്ഡ് ബൈ റായ് ബഹദൂർ ദയാറാം സാഹിനി. ഹാരപ്പ എന്ന് പറയുന്നത് പഞ്ചാബിലെ മോൺഗോമറി ഡിസ്ട്രിക്റ്റിൽ ഉള്ള ഒരു സ്ഥലമാണ്. ഇത് കണ്ടെത്തുന്നത് റായ് ബഹദൂർ ദയാറാം സാഹിനി എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. മോഹൻജദാരോ ബൈ ആർ ഡി ബാനർജി. മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തുന്നത് ആർ ഡി ബാനർജി എന്ന ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു. റിവീൽഡ് ദ റൂയിൻസ് ഓഫ് ഇൻഡസ് വാലി. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ സിന്ധു നദീതീര സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. മോഹൻജദാരോ മീൻസ് മൗണ്ട് ഓഫ് ദ ഡെഡ്.
മോഹൻജാദാരോ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: മൗണ്ട് ഓഫ് ദ ഡെഡ് എന്നാണ്. മരിച്ചവരുടെ കുന്ന്, മരിച്ചവരുടെ മല എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇസ് ദ ലോക്കൽ നെയിം ഓഫ് ദ ഹൈ മൗണ്ട് സിറ്റുവേറ്റഡ് ഇൻ ലർഖാന ഡിസ്ട്രിക്റ്റ്. ലർഖാന ഡിസ്ട്രിക്റ്റിലെ കാണപ്പെടുന്ന ഒരു ഉയർന്ന പ്രദേശമാണ് ഈ മോഹൻജാദാരോ എന്ന് പറയുന്നത്. എബൌട്ട് 80 miles south of Mohenjo-daro, there was an ancient site known as ചാൻഹുദാരോ. മോഹൻജാദാരോയുടെ 80 മൈല് സൗത്തായിട്ട് കാണപ്പെടുന്ന മറ്റൊരു ഇൻഡസ് വാലി സൈറ്റാണ് ചാൻഹുദാരോ. ദിസ് സൈറ്റ് വാസ് ഡിസ്കവേർഡ് ഇൻ 1931. 1931 ഈ ഒരു സൈറ്റ് ആദ്യമായിട്ട് കണ്ടെത്തുന്നത്. എക്സ്കവേഷൻ വർക്ക് വാസ് ഡൺ ബൈ ദ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ അറ്റ് രൂപാർ ഇൻ അംബാല ഡിസ്ട്രിക്റ്റ്. അംബാല ഡിസ്ട്രിക്റ്റിലെ രൂപാറിലും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എക്സ്കവേഷൻസ് നടത്തി അവിടെ പല മെറ്റീരിയൽസും കണ്ടെത്തുകയായി. തിങ്സ് ഫൗണ്ട് ദെയർ വെയർ സിമിലർ ടു ദോസ് ഫൗണ്ട് അറ്റ് ഹാരപ്പ. ഹാരപ്പയിൽ കണ്ടെത്തിയ അതേ മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നത്. എക്സ്കവേഷൻ വർക്ക് വാസ് ആൾസോ ഡൺ അറ്റ് രംഗ്പൂർ, സുർക്കോത്തട ആൻഡ് ലോത്തൽ ഇൻ ഗുജറാത്ത്. മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് രംഗ്പൂർ, സുർക്കോത്തട, ലോത്തൽ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും അവർ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് കണ്ടക്ട് ചെയ്തു. ഇൻ ബിറ്റ്വീൻ 1961 to 1969, BB ലാൽ ആൻഡ് BK താപ്പർ എക്സ്കവേറ്റഡ് കാലിബംഗൻ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ കാലിബംഗൻ എന്ന് പറയുന്ന സൈറ്റും ഇൻഡസ് വാലി സൈറ്റും 1961 1969 ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ കണ്ടെത്തുകയുണ്ടായി. What are the important features of Indus Valley civilization? സിന്ധു നദീതീര സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? What are the features of Indus Valley civilization? The most important urban feature of the Indus cities is its town planning. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇൻഡസ് വാലി സംസ്കാരത്തിൽ നമുക്ക് കാണപ്പെടുന്ന അതിൻ്റെ ടൗൺ പ്ലാനിങ് സിസ്റ്റമാണ്. ടൗൺ പ്ലാനിങ്. സിമിലർ സിസ്റ്റം ഓഫ് ടൗൺ പ്ലാനിങ് ഈസ് വിസിബിൾ ഇൻ ഹാരപ്പ, മോഹൻജാദാരോ, കാലിബംഗൻ. കാലിബംഗനിലും മോഹൻജാദാരോയിലും ഹാരപ്പയിലും ഒരേ ടൗൺ പ്ലാനിങ് സിസ്റ്റം തന്നെയാണ് കണ്ടെത്തുന്നത്. അത് അവരുടെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടൗൺ പ്ലാനിങ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. ദ സിറ്റാഡൽ seen on the western side of the city was built on a high platform of mud bricks. മഡ് ബ്രിക്സ് കൊണ്ട്, ചെളി കൊണ്ടുണ്ടാക്കിയ ബ്രിക്സ് കൊണ്ടുള്ള ഒരു ഹൈ പ്ലാറ്റ്ഫോം അവർ ഒരു സിറ്റാഡൽ അവർ കണ്ടെത്തുകയായി എന്നാണ്. ദ ലാർജ് സ്ട്രക്ചേഴ്സ് ഇൻ ദ സിറ്റാഡൽ might have been the centers of administration. വലിയ സ്ട്രക്ചറുകൾ കാണപ്പെട്ടു. ഇത് ഒരുപക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് ആയിരിക്കാം എന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സർവേ ഇന്ത്യ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകാർ കരുതുന്നുണ്ട്. ചരിത്ര പണ്ഡിതന്മാർ കരുതുന്നുണ്ട്. ഇത് അങ്ങനെ ആയിരിക്കാം. അങ്ങനെയാണ് എന്ന് നമുക്ക് 100% തറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ ആയിരിക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് ആയിരിക്കാം. ഉയർന്ന പ്ലാറ്റ്ഫോം അവിടെ ഇരുന്ന് ആയിരിക്കും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ എല്ലാം ചെയ്തിരുന്നത്. ദ ലോവർ സിറ്റി വാസ് മാർക്ക്ഡ് ഫോർ റെസിഡൻഷ്യൽ ഏരിയ. ലോവർ സിറ്റിയിൽ ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ തിങ്ങി ജീവിച്ച സ്ഥലം ആയിരുന്നു. ദ ലോവർ സിറ്റി വാസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് ബ്ലോക്സ് ഓഫ് ഹൗസസ് ബിൽറ്റ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ സ്ട്രീറ്റ്. ഒരു സ്ട്രീറ്റ് ഉണ്ടായിരിക്കും. ആ സ്ട്രീറ്റിന് 2 വശത്തായിട്ടായിരിക്കും വീട് പണിതിരിക്കുന്നത്. അവിടെ ആളുകൾ തിങ്ങി ജീവിച്ചിരുന്ന സ്ഥലമാണ്, സ്ട്രീറ്റാണ്. ധാരാളം ആളുകൾ ചെറിയ വീടുകൾ വെച്ച് അവിടെ താമസിക്കുകയാണ്. ഇതിൻ്റെ നടുക്ക് റോഡ് ഉണ്ടായിരിക്കും. ഒരു സ്ട്രീറ്റാണ്. റോഡ് ഇന്നത്തെ പോലെ വാഹനങ്ങൾ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ, നമുക്കറിയാം. ദ സിറ്റി ഓഫ് ലോത്തൽ വാസ് എ റെക്റ്റാങ്കുലർ സെറ്റിൽമെൻറ്റ് സറൗണ്ടഡ് ബൈ എ ബ്രിക്ക് വാൾ. മാത്രമല്ല, ലോത്തൽ നോക്കുന്ന സമയത്ത് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ ബ്രിക്ക് വാൾ കാണപ്പെടുന്നു. ബ്രിക്ക് വാൾ, മതിൽ കെട്ടി ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
ദ ഹാരപ്പൻ പീപ്പിൾ യൂസ്ഡ് ബാക്ക്ഡ് ആൻഡ് അൺബാക്ക്ഡ് ബ്രിക്സ് ഫോർ കൺസ്ട്രക്ഷൻ. ഹാരപ്പയിലെ ആളുകൾ ചുട്ട കല്ലും ചുടാത്ത കല്ലും പച്ചക്കല്ലും അതുപോലെ തന്നെ ഇഷ്ടികയും അവർ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ദ ഹൗസസ് വെയർ ഓഫ് വേരിയസ് സൈസസ്. അവരുടെ വീടുകളെന്ന് പറയുന്നത് പല തരത്തിലുള്ള വീടുകൾ, ചെറുതും വലുതും എന്നാണ് അതിൻ്റെ അർത്ഥം, ഉണ്ടായിരുന്നു. ഇറ്റ് വേരിഡ് ഫ്രം സിംഗിൾ റൂം ടു ബിഗ് ഹൗസസ് വിത്ത് കോർട്ട്യാർഡ് ആൻഡ് അപ് ടു 12 റൂംസ്. സിംഗിൾ റൂമുള്ള ചെറിയ വീടുകളുണ്ട്, അതേസമയം 12ഓളം റൂമുകളുള്ള വലിയ റൂമുകളും വീടുകളും ഉണ്ടായിരുന്നു. വിത്ത് കോർട്ട്യാർഡുള്ള വലിയ വീടുകളും ഉണ്ടായിരുന്നു. അതായത് ചെറിയ വീടും ഉണ്ടായിരുന്നു, വലിയ വീടും അവർക്ക് ഉണ്ടായിരുന്നു. ദ ബിഗ് ഹൗസസ് ഹാഡ് പ്രൈവറ്റ് വെൽസ് ആൻഡ് ടോയ്ലറ്റ്സ്. അവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളും അതുപോലെ തന്നെ പ്രൈവറ്റ് വെൽസ്, പിന്നെ കിണർ സംവിധാനങ്ങളും എല്ലാം അത്യാവശ്യം ഉണ്ടായിരുന്നു എന്നതാണ്. ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് മോഹൻജദാരോ വാസ് റിമാർക്കബിൾ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഡ്രെയിനേജ് സിസ്റ്റം. വേസ്റ്റ് വാട്ടറും ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം പോകുന്നതിന് വേണ്ടി ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്ക് ചാൽ പദ്ധതി അവർക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. ദർ വാസ് എ കോമൺ ഡ്രെയിനേജ് സിസ്റ്റം ഫോർ ദ ഹോൾ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഉള്ള വേസ്റ്റ് വാട്ടറും വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം പോകുന്നതിന് വേണ്ടി കോമൺ ഡ്രെയിനേജ് സിസ്റ്റം അവർക്ക് ഉണ്ടായിരുന്നു. ദ വാട്ടർ ഫ്രം ദ ബാത്റൂംസ് ഓഫ് ദ ഹൗസസ് വാസ് കണക്റ്റഡ് വിത്ത് കോമൺ ഡ്രെയിനേജ് സിസ്റ്റം. വീടുകളിൽ ഉണ്ടായിരുന്ന ഈ ബാത്റൂമിൽ വേസ്റ്റ് വാട്ടർ പോകുന്നതിന് വേണ്ടി കോമൺ ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു എന്നതാണ്. ദ ഡ്രെയിൻസ് വെയർ കവേർഡ് വിത്ത് സ്റ്റോൺ സ്ലാബ്. അതായത് ഈ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്ക് ചാൽ പദ്ധതിയുണ്ട്, അതിൻ്റെ പുറത്ത് സ്ലാബിട്ട്, കല്ല് കൊണ്ടുള്ള സ്ലാബിട്ട് അത് മൂടിയിരുന്നു. അപ്പോൾ അകത്തുകൂടെ അത് പോയിക്കൊള്ളും, ഇതിൻ്റെ ദുർഗന്ധമോ മറ്റ് ബുദ്ധിമുട്ടോ ഒന്നും ആളുകൾക്ക് ഉണ്ടാവാത്ത രീതിയിൽ ഇത് കൊണ്ടുപോയിരുന്നു എന്നതാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ സാനിറ്ററി റിക്വയർമെൻറ്റ്സ് ഓഫ് ദ സിറ്റി വെർ റെസ്പോൺസിബിലിറ്റി ഓഫ് സിവിക് അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെ ചിന്തിക്കുന്നു, ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നില്ല, ഇങ്ങനെ ചിന്തിക്കുന്നു. ഒരുപക്ഷെ ആ ശുചിത്വം എല്ലാം ചെയ്തിരുന്നത് ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഭാഗം അങ്ങനെ ആയിരിക്കാം. ഇന്ന് നമുക്ക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുപോലെ ഏതോ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത് അവർക്ക് ശുചിത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് വെറും ഒരു അനുമാനം മാത്രമാണ്. അത്രയും നീറ്റായിരുന്നു, നല്ല വൃത്തിയുള്ള സിറ്റിയായിരുന്നു കാണപ്പെട്ടത് എന്നതാണ്. ദ റിമെയിൻസ് ഓഫ് ലാർജ് സ്ട്രക്ചേഴ്സ് വെയർ അൺഎർത്തഡ് ഫ്രം ദ സിറ്റീസ് ഓഫ് ഹാരപ്പ, മൊഹൻജദാരോ ആൻഡ് കാലിബംഗൻ. ധാരാളം മെറ്റീരിയൽസ്. റിമെയിൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം അവശിഷ്ടങ്ങളെന്നാണ്. ധാരാളം അവശിഷ്ടങ്ങൾ ഹാരപ്പയിൽ നിന്നും മൊഹൻജദാരോയിൽ നിന്നും കാലിബംഗനിൽ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇറ്റ് മേ ഹാവ് യൂസ്ഡ് ഫോർ സം സ്പെഷ്യൽ ഫങ്ഷൻസ്. ഇത് സ്പെഷ്യൽ ഫങ്ഷൻസിന് വേണ്ടിയൊക്കെ ഈ വലിയ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. ലാർജ് സ്ട്രക്ചേഴ്സ് കണ്ടെത്തിയെന്നാണ് അതിൽ ഉള്ളത്. ലാർജ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വലിയ സ്ട്രക്ചറുകൾ, വലിയ കെട്ടിടങ്ങൾ അന്ന് കാണപ്പെട്ടു. ഇതെല്ലാം ഒരുപക്ഷെ വലിയ വലിയ ഫങ്ഷൻസ് നടത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചതാവാം. ദേ സ്റ്റുഡ് ഓൺ എ ഹൈ മഡ് ബ്രിക്ക് പ്ലാറ്റ്ഫോമിൽ അവർ ഇരുന്നിട്ടുണ്ടാവാം എന്ന് അനുമാനിക്കുന്നു. ഉയർന്ന പ്ലാറ്റ്ഫോം കെട്ടിയിട്ട് അവിടെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഇരിക്കാൻ സാധ്യതയുണ്ട്. ദ മോസ്റ്റ് ഫേമസ് വൺ എമംഗ് ദീസ് സ്ട്രക്ചർ ഈസ് ദ ഗ്രേറ്റ് ബാത്ത് അറ്റ് ഓഫ് മൊഹൻജദാരോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു കെട്ടിടം എന്ന് പറയുന്നത് മൊഹൻജദാരോയിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് ബാത്താണ്. മഹത്തായ സ്നാനഘട്ടം എന്നാണ് അതിൻ്റെ മലയാളം. മഹത്തായ സ്നാനഘട്ടം, ഗ്രേറ്റ് ബാത്ത് അറ്റ് മൊഹൻജദാരോ. ഇറ്റ് ഹാഡ് സൈഡ് റൂംസ് ഫോർ ചേഞ്ചിങ് ക്ലോത്ത്സ്. അത്യാവശ്യം ബാത്റൂമിലെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക്, ബാത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് റൂമുകൾ
അതിന് ചുറ്റും ഉണ്ടായിരുന്നു, അതിനടുത്തായിട്ട് ഉണ്ടായിരുന്നു എന്നതാണ്. ദ വാട്ടർ ഫോർ ദ ടാങ്ക് വാസ് ഡ്രോൺ ഫ്രം ആൻ adjacent well which was connected to the common drain. ഈ ടാങ്കുകൾ ധാരാളമായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. അത്യാവശ്യം വെള്ളം എടുക്കുന്നതിന് വേണ്ടിയാണ്. ഈ ടാങ്കുകളിൽ ആവശ്യമായിട്ടുള്ള വെള്ളം നിറയ്ക്കുന്നതിന് കിണറുകൾ ഉപയോഗിച്ചിരുന്നു. അത്യാവശ്യം ഉയർന്ന സ്ഥലത്ത് കിണർ കുഴിച്ചിട്ട് അതിൻ്റെ അടിയിലൂടെ തുരങ്കമിട്ട് ഈ ടാങ്കുകളിലേക്ക് അവർ വെള്ളം നിറച്ചിരുന്നു എന്നത് കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഗ്രേറ്റ് ബാത്ത് വാസ് യൂസ്ഡ് ഫോർ റിച്വൽ ബാത്ത് ഓഫ് ദ റൂളിംഗ് ക്ലാസ് ഓർ പ്രിൻസസ്. ഒരു പക്ഷേ ഇങ്ങനെ അനുമാനിക്കുന്നു, ഒരു പക്ഷേ ഈ ഗ്രേറ്റ് ബാത്ത് ഉപയോഗിച്ചത് സാധാരണക്കാരെല്ലാവരും ആയിരിക്കണമെന്നില്ല. അത് ഉപയോഗിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള റിച്വൽസിന് വേണ്ടിയായിരിക്കും, മതപരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയും റൂളിംഗ് ക്ലാസ്സിന് വേണ്ടിയോ പ്രീസ്റ്റ്ലി ക്ലാസ്സിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം എന്ന് സങ്കല്പിക്കുന്നു. അത് നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അങ്ങനെ ആയിരിക്കാം, ഒരുപക്ഷെ അങ്ങനെയുള്ള റിച്വൽസിന് വേണ്ടിയോ അതുപോലെ തന്നെ റൂളിംഗ് ക്ലാസ്സിന് കുളിക്കുന്നതിന് വേണ്ടിയൊക്കെ ഉപയോഗിച്ചതോ ഒക്കെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്നു. ദ ലാർജസ്റ്റ് സ്ട്രക്ചേഴ്സ് ഫൗണ്ട് അറ്റ് മോഹൻജാദാരോ ഇസ് ദ ഗ്രാനറി. മോഹൻജാദാരോയിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സ്ട്രക്ചറാണ്, ഒരു കെട്ടിടമാണ് ഗ്രാനറി. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ് ഗ്രാനറി എന്ന് പറയുന്നത്. ധാന്യങ്ങളെല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്ന ധാന്യപ്പുര, അതാണ് ഗ്രാനറി. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 27 ബ്ലോക്സ്. ഇതിൽ 27 ബ്ലോക്സ് ഉണ്ടായിരുന്നു, 27 അറകൾ അതിൽ ഉണ്ടായിരുന്നു. ദ ഗ്രാനറീസ് വെയർ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. മിക്കവാറും ഈ ഗ്രാനറികൾ കാണപ്പെടുന്നത് റിവറിൻ്റെ സൈഡിലാണ്. സ്വാഭാവികമായിട്ട് റിവറിൻ്റെ സൈഡിലാണല്ലോ കൃഷി നടക്കുന്നത്. അവിടെ നിന്നുള്ള കൊയ്ത്ത് എടുത്തിട്ട് ധാന്യങ്ങൾ എടുത്തിട്ട് കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇത്തരത്തിലുള്ള ഗ്രാനറികൾ അവർ ഉണ്ടാക്കിയിരുന്നത്. ഇറ്റ് വാസ് യൂസ്ഡ് ടു പ്രിസർവ് ഫുഡ് ഗ്രെയിൻസ്. ആഹാര സാധനങ്ങളെല്ലാം തന്നെ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഈ ഗ്രാനറി ഉപയോഗിച്ചിരുന്നു എന്നതാണ്. ഹാരപ്പൻ പീപ്പിൾ കൾട്ടിവേറ്റഡ് സെവറൽ ക്രോപ്സ്. ധാരാളം ധാന്യങ്ങൾ അവർ കൾട്ടിവേറ്റ് ചെയ്തതായിട്ട് സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാർലി, വീറ്റ് വേർ ദ കോമൺലി യൂസ്ഡ് പ്രോഡക്ട്സ്. ബാർലിയും ഗോതമ്പും എല്ലാം അവർ ഉപയോഗിച്ചതായിട്ട് കാണുന്നു. റൈസ് ഹസ്ക് വാസ് ആൾസോ ഫൗണ്ട് അറ്റ് ലോത്തൽ. ലോത്തൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബക്കൂൽ കച്ചി കിട്ടിയതായിട്ട് സൂചനയുണ്ട്. അരി കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന അതിൻ്റെ ബക്കൂൽ അവിടെ നിന്ന് കിട്ടിയതായിട്ട് സൂചനകളുണ്ട്. ദ പീസ് ഓഫ് കോട്ടൺ ക്ലോത്ത് ഡിസ്കവേർഡ് അറ്റ് മോഹൻജാദാരോ. മോഹൻജാദാരോയിൽ നിന്ന് ഒരു ഇഷ്ണം കോട്ടൺ തുണിയുടെ അവശിഷ്ടവും കിട്ടിയിട്ടുണ്ട്. ദ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ്, ഗോട്ട് എക്സെട്ര. ഷീപ്പ്, ഗോട്ട് തുടങ്ങിയത് എല്ലാം തന്നെ അവർ അത്യാവശ്യം മെരുക്കി വളർത്തിയിരുന്നു. ബോൺസ് ഓഫ് ബഫല്ലോ, എലിഫൻറ്റ്സ് ആൻഡ് ക്യാമൽസ് ഹാവ് ബീൻ ഡിസ്കവേർഡ്. മാത്രമല്ല ബഫല്ലയുടെ ബോൺസ്, അതിൻ്റെ അസ്ഥികൂടങ്ങൾ, എലിഫൻസിൻ്റെ ഇത്, ക്യാമൽസ് എന്ന് പറഞ്ഞാൽ ഒട്ടകം, ഇതിൻ്റെ എല്ലാം ഈ ബോൺസ് അവിടെ നിന്ന് കുഴിച്ചെടുക്കുകയുണ്ടായി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഷുവർ വെദർ ദേ ഡൊമസ്റ്റിക്കേറ്റഡ് ദീസ് അനിമൽസ്. ഈ മൃഗങ്ങളെല്ലാം അവിടെ ഉള്ളതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ ക്യാമൽസ് എല്ലാം ഈ മെസ്സൊപ്പൊട്ടേമിയക്കാരുമായിട്ടോ മറ്റ് അറബി നാട്ടിലെ ആളുകളുമായിട്ടുള്ള കച്ചവട ബന്ധത്തിന് വേണ്ടി ഉപയോഗിച്ചതാവാം. ഇവർ അത് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരുന്നു. ഇൻഡസ് വാലിയിൽ ജനങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രേഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന അതായിരിക്കാം. ഒരുപക്ഷെ ഇവിടെ ചത്ത് വീണതും ആയിരിക്കാം. എന്തായാലും അതിൻ്റെ എല്ലാം ബോൺസ് കിട്ടിയിട്ടുണ്ട്. ദ റിമെയിൻസ് ഓഫ് പോട്ടറി വെയർ ഡിസ്കവേർഡ് ഫ്രം ഹാരപ്പൻ സൈറ്റ്സ്. ധാരാളം പോട്ടറി, കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഹാരപ്പയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദ ടൂൾസ് വെയർ മെയ്ഡ് ഓഫ് ബ്രോൺസ്, കോപ്പർ ആൻഡ് സ്റ്റോൺസ്. കോപ്പർ, ബ്രോൺസ്, സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസ് ധാരാളമായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട്. ടൂൾസ് ലൈക്ക് ആക്സ്, നൈഫ്സ്, പേനക്കത്തി എന്ന് പറയല്ലേ, നൈഫ്സ്, സ്പിയർ,
ആരോ എക്സെട്ര വെയർ യൂസ്ഡ്. ഇവയെല്ലാം അവർ ഉണ്ടാക്കിയിരുന്നു, ഇവയെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു. Some of the seals discovered from Indus site which shows that they know the art of writing. ചില സീലുകൾ ഇൻഡസ് വാലിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ധാരാളം സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം അവർക്ക് ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയാമായിരുന്നു എന്നതാണ്. അവരുടെ റൈറ്റിങ്ങും വായിച്ചെടുക്കുവാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യമാണ്. പക്ഷേ ധാരാളം കാര്യങ്ങൾ പിക്ചറിൻ്റെ സഹായത്തോടെ, പിക്ടോഗ്രാഫിക്കായിട്ടാണ് അവർ എഴുതുന്നത്, പിക്ചറിൻ്റെ സഹായത്തോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നത് മറ്റൊരു സത്യം. പിക്ടോഗ്രാഫി സ്ക്രിപ്റ്റ് വാസ് യൂസ്ഡ് ബൈ ദം. പിക്ടോഗ്രാഫി സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിക്ചറിൻ്റെ സഹായത്തോടുകൂടെ, ധാരാളം ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്ന ഒരു രീതി അവർക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. വിച്ച് വാസ് നോട്ട് ഡെസിഫൈഡ് ബൈ ദ സ്കോളേഴ്സ്. എല്ലാ പിക്ചറും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു സത്യം. ബ്രോഡ്ലി 3 categories of Indus people were identified as administrators, traders and priests. 3 വിഭാഗം ആളുകൾ അവിടെ ജീവിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. ഒന്ന് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഭരണകാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു വിഭാഗം ആളുകൾ. 2 ട്രേഡേഴ്സ്, കച്ചവടമെല്ലാം ചെയ്ത് ജീവിച്ച മറ്റൊരു വിഭാഗം ആളുകൾ. 3 പ്രീസ്റ്റായിട്ടുള്ള ആളുകൾ, പുരോഹിത വർഗത്തിൽപ്പെട്ട ആളുകൾ. ഇങ്ങനെ 3 വിഭാഗം ആളുകൾ അവിടെ ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ദ ലാർജ് സിറ്റീസ് ലൈക്ക് മൊഹൻജദാരോ ഹാഡ് അസംബ്ലി ഹാൾസ്, ടെമ്പിൾസ്, പാലസസ് എക്സെട്ര. മൊഹൻജദാരോ പോലെയുള്ള വലിയ സിറ്റികളിൽ ധാരാളം അസംബ്ലി ഹാളുകൾ കാണപ്പെടുന്നുണ്ട്, ടെമ്പിൾസ് കാണപ്പെടുന്നുണ്ട്, പാലസസ് കാണപ്പെടുന്നുണ്ട്, കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, അസംബ്ലി ഹാളുകൾ, ഇതെല്ലാം കാണപ്പെടുന്നുണ്ട്. അതാണ് നേരത്തെ സൂചിപ്പിച്ച ലാർജ് സ്ട്രക്ചേഴ്സ് എന്നത്. ദ ബ്രോൺസ് ഡാൻസിങ് ഫിഗർ ഫൗണ്ട് അറ്റ് മൊഹൻജദാരോ ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. അവരുടെ ആർട്ടിനും ക്രാഫ്റ്റിനും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഡാൻസിങ് ഗേളിൻ്റെ രൂപം തന്നെയാണ്. ബ്രോൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാൻസിങ് ഗേളിൻ്റെ രൂപം, ഇത് അവരുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വിളിച്ചോതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയൽ തന്നെയാണ്. എ ലാർജ് നമ്പർ ഓഫ് ബാംഗിൾസ് വെയർ സീൻ ഓൺ ദ ഫിഗേഴ്സ്. ഇത്തരത്തിലുള്ള ഈ ഡാൻസിങ് ഗേളിൻ്റെ ബോഡിയിൽ നിന്ന് ധാരാളം ബാംഗിൾസ്, വളകൾ ധാരാളം കണ്ടെത്തിയിട്ടും ഉണ്ട്. ദ യൂസ്ഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഫോർ മേക്കിംഗ് ബെഡ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രഷ്യസ് സ്റ്റോൺസ് അവർ ഉപയോഗിച്ചിരുന്നു. ഗോൾഡ്, സിൽവർ എക്സെട്ര വെയർ ആൾസോ യൂസ്ഡ് ബൈ ദം. ഗോൾഡ്, സിൽവർ ഇതെല്ലാം അവർ ഉപയോഗിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട റിലീജിയൻ ഏതായിരുന്നു, എന്തൊക്കെയാണ്? ഇന്ന് കാണപ്പെടുന്ന പോലെയുള്ള ധാരാളം റിലീജിയൻസ് അന്ന് ഇല്ലായിരുന്നു എന്നത് ഒരു സത്യം. എന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള ചില മതവിശ്വാസങ്ങൾ, ദൈവിക വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാണ്? ദ റിമെയിൻസ് ഓഫ് ലാർജ് ബിൽഡിംഗ് ഓൺ ദ സിറ്റാഡൽ ഓഫ് മോഹൻജദാരോ ആർ ബിലീവ്ഡ് ടു ഹാവ് ബീൻ ദ പ്ലേസ് ഓഫ് റിലീജിയസ് വർഷിപ്പ്. മോഹൻജദാരോയിൽ കാണപ്പെടുന്ന വലിയ സിറ്റാഡൽ, ഇത് ഒരുപക്ഷെ റിലീജിയസ് വർഷിപ്പിന് വേണ്ടി ഉപയോഗിച്ച സ്ഥലം ആവാം എന്ന് ചരിത്ര പണ്ഡിതന്മാർ ചിന്തിക്കുന്നു, അനുമാനിക്കുന്നു. ലാർജ് സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ആർ ആൾസോ ഫൗണ്ട് ദെയർ. ധാരാളം ശില്പങ്ങൾ, ബിംബങ്ങൾ, പ്രതിമകൾ, കല്ലിലുണ്ടാക്കിയ രൂപങ്ങൾ ധാരാളമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഗ്രേറ്റ് പാത്ത് ഓഫ് മോഹൻജദാരോ വാസ് റിലേറ്റഡ് വിത്ത് സം റിലീജിയസ് റിച്വൽ. മറ്റൊരു അനുമാനം ഇതാണ്, ഈ ബിംബങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ഇതെല്ലാം അവർ ഒരുപക്ഷെ ആരാധിച്ചതായിരിക്കാം, ആരാധനാമൂർത്തികളായിരിക്കാം ഒരുപക്ഷെ. മാത്രമല്ല മോഹൻജദാരോയിൽ കാണപ്പെടുന്ന ഗ്രേറ്റ് ബാത്ത്, മഹത്തായ സ്നാനഘട്ടം, അതും ഏതോ റിലീജിയസ് റിച്വലിന് വേണ്ടി ഉപയോഗിച്ച സ്നാനഘട്ടമായിരിക്കണം എന്ന് ചരിത്ര പണ്ഡിതന്മാർ അനുമാനിക്കുന്നു. ദ ബിഗ് റൂംസ് നിയർ ഗ്രേറ്റ് ബാത്ത് മേ ബി ദ സീറ്റ് ഓഫ് ദ ഹയസ്റ്റ് പ്രീസ്റ്റ്. അതിൻ്റെ അടുത്ത് കാണപ്പെടുന്ന വലിയ റൂമുകൾ, ഇത് ഹയസ്റ്റ് പ്രീസ്റ്റിന് ഉപയോഗിക്കാൻ ഉള്ള റൂമുകളായിരിക്കണം എന്നാണ് അനുമാനം. ദ പിക്ചർ ഓഫ്
പ്രോട്ടോ ശിവ ഓർ പശുപതി ഇസ് ദ ഫിഗർ ഓഫ് എ ഡെയ്റ്റി. പ്രോട്ടോ ശിവ, ഇന്നത്തെ ശിവൻ്റെ പഴയ കാലത്തുള്ള രൂപം, അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് അന്ന് അവർ ഉപയോഗിച്ച അവരുടെ പ്രധാനപ്പെട്ട ദേവനാവാനാണ് സാധ്യത. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ യോഗിക് പോസ്. യോഗ ചെയ്യുന്ന രീതിയിലാണ്, ആസനം ചെയ്യുന്ന പത്മാസനത്തിൽ ഇരിക്കുന്ന ഒരു രൂപത്തിലാണ് അതിരിക്കുന്നത്. സറൗണ്ടഡ് ബൈ അനിമൽസ്. ഇതിനെ ചുറ്റിപ്പറ്റി ധാരാളം അനിമൽസും കാണപ്പെടുന്നു. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് പ്രോട്ടോ ശിവ വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഗോഡ് ഓഫ് ഇൻഡസ് വാലി പീപ്പിൾ. ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം, ഈ പ്രോട്ടോ ശിവനെ ആയിരിക്കാം, പഴയ കാലത്തുള്ള ആ ശിവനെ ആയിരിക്കാം. ഇന്നത്തെ രൂപമല്ല, കുറച്ച് ധാരാളം വ്യത്യാസമുണ്ട്. പ്രോട്ടോ ശിവനായിരിക്കാം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ആരാധനാമൂർത്തി. ദ കൾട്ട് ഓഫ് ഫെർട്ടിലിറ്റി ആൻഡ് വർഷിപ്പ് ഓഫ് മദർ ഗോഡസ് ആൾസോ മൈറ്റ് ഹാവ് ബീൻ എക്സിസ്റ്റഡ്. മദർ ഗോഡിനെ ആരാധിച്ചിരുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. മാതൃദേവതയെ ആരാധിച്ചിരുന്ന ഒരു രീതിയും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ദ പിക്ചർ ഓഫ് പീപ്പിൾ ട്രീ ഈ സീൻ ഇൻ സം ഓഫ് ദ സീൽസ്. ചില സീലുകളിൽ ഈ പീപ്പിൾ ട്രീ ധാരാളമായിട്ട് കാണപ്പെടുന്നു. ദ ഫയർ അൾത്ത ഓൺ ദ ബ്രിക്ക് പ്ലാറ്റ്ഫോം ഈ സീൻ ദ സിറ്റാഡൽ ഓഫ് കാലിബംഗൽ ഉള്ളി. കാലിബംഗലിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഫയർ അൾത്ത. തീഗോളങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അൾത്താരകൾ അവിടെ കാണപ്പെട്ടു എന്നതാണ്. ഇറ്റ് മൈറ്റ് ബി എ പ്ലേസ് ഓഫ് റിലീജിയസ് റിച്വൽ. ഇതും ഒരുപക്ഷെ റിലീജിയസ് റിച്വലിന് വേണ്ടി അവർ ഉപയോഗിച്ചത് ആയിരിക്കണം. അടുത്തത് പ്രധാനപ്പെട്ട അവരുടെ കച്ചവട ബന്ധം എന്തൊക്കെയായിരുന്നു, കച്ചവട മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു, ട്രേഡ് റിലേഷൻ എന്തൊക്കെയായിരുന്നു എന്നാണ്. ദ പീപ്പിൾ ഓഫ് ഇൻഡസ് വാലി ഹാഡ് മെയ്ഡ് ട്രേഡ് റിലേഷൻ വിത്ത് നിയർ ബൈ ഏരിയാസ് ആസ് വെൽ ആസ് വിത്ത് ഫാർ എവേ പ്ലേസസ്. വിദൂര രാജ്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ഇടങ്ങളുമായിട്ടും അവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ട് ധാരാളം രാജ്യങ്ങളുമായിട്ട് അവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നതായിട്ട് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. മെസൊപ്പൊട്ടോമിയായിട്ട്, ഈജിപ്തുമായിട്ടും ഒക്കെ പല രാജ്യങ്ങളുമായിട്ടും പുരാതനകാല ഇൻഡസ് വാലി ജനങ്ങൾക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നതായിട്ട് ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ സീലുകൾ ഇവരുപയോഗിച്ചിരുന്ന പല സാധനങ്ങൾ അവരുടെ രാജ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവരുപയോഗിച്ച പല സാധനങ്ങളും ഇവിടെ നിന്നും കുഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ജനറലി ദ യൂസ്ഡ് ബുള്ളക്ക് കാർട്ട്സ് ആൻഡ് ബോട്ട്സ് ടു ട്രാൻസ്പോർട്ട് ദെയർ ഗുഡ്സ്. ഇവരുടെ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് വേണ്ടി, കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ബുള്ളക്ക് കാർട്ടുകൾ ഉപയോഗിച്ചിരുന്നു, കാളവണ്ടികൾ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നു. പഴയ കാലത്തുള്ള ബോട്ടുകൾ അവർ ഉപയോഗിച്ചിരുന്നു. ദ കളക്റ്റഡ് പ്രഷ്യസ് സ്റ്റോൺസ് ഫ്രം നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസസ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിൽ നിന്നെല്ലാം പ്രഷ്യസ് സ്റ്റോൺസ്, വിലപിടിപ്പുള്ള കല്ലുകൾ അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ദ പ്രൊക്വേർഡ് ടിൻ ആൻഡ് കോപ്പർ ഫ്രം രാജസ്ഥാൻ. ടിൻ, കോപ്പർ തുടങ്ങിയിട്ടുള്ളവ എല്ലാം തന്നെ രാജസ്ഥാനിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടിമ്പർ ആൻഡ് ഗോൾഡ് ഫ്രം കാശ്മീർ. ടിമ്പർ എന്ന് പറഞ്ഞാൽ ഉരുപ്പടികൾ, മരം, തടി, ഇതെല്ലാം തന്നെ ഗോൾഡും കാശ്മീരിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, അവർ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡ് വാസ് കളക്റ്റഡ് ഫ്രം കർണാടക റീജിയൻ ആൾസോ. ഗോൾഡ് കർണാടക ഏരിയയിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഷോസ് ദ ഡെവലപ്ഡ് ഫോം ഓഫ് എക്സ്ചേഞ്ച് സിസ്റ്റം. അവരുടെ എക്സ്ചേഞ്ച് സിസ്റ്റം ആണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. സാധനങ്ങൾ പലയിടങ്ങളിലും കയറ്റുമതി ചെയ്തിരുന്നു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു. ദ യൂസ്ഡ് സിൽവർ ബട്ട് ദർ വാസ് നോ സോഴ്സ് ഓഫ് സിൽവർ ഇൻ ഇൻഡസ് വാലി. സിൽവർ ഉപയോഗിച്ചിരുന്നു, പക്ഷേ സിൽവർ അവിടെ നിന്ന് കുഴിച്ചെടുത്തതായിട്ടോ സംസ്കരിച്ചെടുത്തതായിട്ടോ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ അത് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാവാം. ഇറ്റ് മൈറ്റ് ഹാവ് കളക്റ്റഡ് ഫ്രം അഫ്ഗാനിസ്ഥാൻ ആൻഡ് ഇറാഖ്. ഒരുപക്ഷെ ഇത് കളക്ട് ചെയ്തത് അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ഇറാഖിൽ നിന്നോ ഒക്കെ ആയിരിക്കാം. ദേ ഹാഡ് മെയ്ഡ് കോണ്ടാക്ട് വിത്ത് പേർഷ്യൻ ഗൾഫ് ആൻഡ് മെസൊപ്പൊട്ടോമിയൻ സിറ്റീസ്. പേർഷ്യൻ ഗൾഫുമായിട്ടും പേർഷ്യക്കാരുമായിട്ടും മെസൊപ്പൊട്ടോമിയൻ സിറ്റീസുമായിട്ടും അവർക്ക് അഭേദ്യമായിട്ടുള്ള കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. ഹാരപ്പൻ സീൽസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ മെസൊപ്പൊട്ടോമിയ. മെസൊപ്പൊട്ടോമിയയിൽ നിന്ന് ഹാരപ്പയുടെ ധാരാളം സീലുകൾ അവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇറ്റ് ഷോസ് ദാറ്റ് ദ ഇൻഡസ് ഗുഡ്സ് വെയർ
റിസീവ്ഡ് ബൈ ദം. ഇൻഡസ് വാലിയിലെ സാധനങ്ങൾ അവരും സ്വീകരിച്ചിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദ മെസോപ്പൊട്ടോമിയൻസ് എക്സ്പോർട്ടഡ് ഗാർമെൻറ്റ്സ്, ലെതർ ഗുഡ്സ്, വൂൾ എക്സെട്ര ടു ദ ഇൻഡസ് പീപ്പിൾ. മെസോപ്പൊട്ടോമിയയിൽ നിന്ന് പ്രത്യേകിച്ച് ഗാർമെൻറ്റ്സ്, തുണിത്തരങ്ങൾ, ലെതർ സാധനങ്ങൾ, ലെതർ ഗുഡ്സ്, വൂൾ, കമ്പിളി വസ്ത്രങ്ങൾ, ഇതെല്ലാം തന്നെ ഇങ്ങോട്ടും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതിന് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു മഹത്തായ സംസ്കാരം ഉണ്ടായിരുന്നിട്ട് ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആ ഇൻഡസ് വാലി സംസ്കാരം നശിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത ടോപ്പിക് അതാണ്. വാട്ട് വെർ ദ കോസസ് ഫോർ ദ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിച്ചു, അത് എങ്ങനെയൊക്കെ ആവാം എന്ന് ധാരാളം ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടുന്നു. അവരുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദർ ആർ ഡിഫറൻറ്റ് തിയറീസ് റിഗാർഡിങ് ദ ഡിക്ലൈൻ ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിക്കുന്നതിന് ധാരാളം കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ അവകാശപ്പെടുന്നു. സം സ്കോളേഴ്സ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദർ വാസ് എ ഗ്രാജുവൽ ഡിക്ലൈൻ ഓഫ് ദ ടൗൺ പ്ലാനിംഗ് സിസ്റ്റം. ചില പണ്ഡിതന്മാർ പറയുന്നു ടൗൺ പ്ലാനിംഗ് സിസ്റ്റം നശിച്ചതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നശിക്കുന്നതിനുള്ള കാരണമെന്ന് പറയുന്നു. ദ ട്രാൻസ്ഫോംഡ് സിറ്റീസ് they transformed the cities into slums. They transformed the cities into slums. അവർ സിറ്റികളെ സ്ലം ഏരിയ ആയിട്ട്, ചേരി പ്രദേശങ്ങളായിട്ട് രൂപാന്തരപ്പെടുത്തി, മാറ്റം വരുത്തി. അതൊരു പ്രശ്നമായി എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. ആൻഡ് എൻക്രോച്ച്ഡ് ദ സിറ്റീസ്, സ്ട്രീറ്റുകളിലെല്ലാം തന്നെ അവർ പിടിച്ചെടുത്തു. എന്നിട്ട് അവിടെ വീടുകൾ വെച്ച് താമസം ആരംഭിച്ചു. ധാരാളം തെരുവുകളുണ്ടായിരുന്നു. ഈ തെരുവുകളെല്ലാം കയ്യേറി, എന്നിട്ട് അവിടെ എല്ലാം വീടുകൾ വെച്ച് അവർ താമസിക്കുകയാണ്. അങ്ങനെ ഈ സംസ്കാരം നശിക്കാനായിട്ട് ഇടയായി എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. ഇത് നമുക്ക് 100% അംഗീകരിക്കാൻ പറ്റുന്ന ഒരു തിയറി അല്ല, എന്നാലും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ടല്ലോ. സെക്കൻഡ് വ്യൂ ഈസ് ദാറ്റ് ദ അറൈവൽ ഓഫ് എ ന്യൂ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ either they perished the native population or moved to other places. അപ്പോൾ രണ്ടാമത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ മറ്റേതോ വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറിപ്പാർത്തു, ഈ സ്ഥലങ്ങളിലേക്ക് കുടിയേറിപ്പാർത്തു. അങ്ങനെ വന്നപ്പോഴേക്ക് ഇൻഡസ് വാലിയിൽ ഉണ്ടായിരുന്ന ആളുകൾ ധാരാളം പേര് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒളിച്ചോടുകയോ പലായനം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഈ സംസ്കാരം നശിച്ചു എന്നും മറ്റൊരു ചിന്ത ഉണ്ട്. ഇതും അത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയാത്ത ഒരു തിയറിയാണ്. മെനി ഓഫ് ദ സ്കോളേഴ്സ് ആർഗ്യൂ ദാറ്റ് ദ ഡിക്ലൈൻ ഓഫ് ദ ഇൻഡസ് വാലി വാസ് ഡ്യൂ ടു ദ അബ്നോർമൽ ഫ്ലഡ്സ് സപ്ലിമെൻറ്റഡ് ബൈ എർത്ത് ക്വേക്ക്. ധാരാളം സ്കോളേഴ്സ് വിശ്വസിക്കുന്നത് ഇതാണ്, മൂന്നാമത്തെ തിയറിയാണ്. അത് പറയുന്നത് ഇതാണ്, ഭയങ്കരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഫ്ലഡ് ജലപ്രളയം ഉണ്ടായി. ഒരു പക്ഷേ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. സിന്ധു നദിയുടെ തീരത്താണല്ലോ ഇവർ താമസിക്കുന്നത്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഒരുപക്ഷെ ഈ ആളുകളെല്ലാം വെള്ളപ്പൊക്കം കാരണം ഇവരെല്ലാം ചത്തുപോകുന്നതിന്, മരിച്ചു പോകുന്നതിന് കാരണമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായി എന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു. മാത്രമല്ല, ഇത് സപ്ലിമെൻറ്റഡ് ബൈ എർത്ത് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂമികുലുക്കോ ലാൻഡ് സ്ലൈഡോ തുടങ്ങിയിട്ടുള്ളത് ഒക്കെ ആയിരിക്കാം. ഭൂകമ്പോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെയുള്ള ഇക്കോളജിക്കൽ ഇംബാലൻസ് ഉണ്ടായതായിരിക്കാം ഇത് നശിക്കുന്നതിന് കാരണമെന്ന് ഒരു വിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. ഇത് ഏതാണ്ട് ശരിയാവാനാണ് സാധ്യത. മെനി ഫേമസ് ഹൈഡ്രോളജിസ്റ്റ് R.L. റൈക്സ് ആൾസോ സപ്പോർട്ടഡ് ദിസ് വ്യൂ. പ്രധാനപ്പെട്ട ഒരു ഹൈഡ്രോളജിസ്റ്റായ R.L. റൈക്സ് ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു. ഫ്ലഡ് ഉണ്ടായത് തന്നെയാണ് കാരണം, എർത്ത് കേക്ക് ഉണ്ടായത് തന്നെയാണ് കാരണം, ഇവിടെ രൂക്ഷമായിട്ടുള്ള ജലപ്രളയം ഉണ്ടായത് തന്നെയാണ് ഈ സംസ്കാരം നശിക്കുന്നതിനുള്ള കാരണം എന്ന് അദ്ദേഹവും വാദിക്കുന്നുണ്ട്. ഫെയർ സർവീസ് സേസ് ദാറ്റ് ഇക്കോളജിക്കൽ ഇംബാലൻസ് വാസ് ദ മെയിൻ കോസ് ഓഫ് ദ ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി. ഫെയർ സർവീസ് എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിത ശ്രേഷ്ഠൻ പറയുന്നത് ഇതാണ്, ഇക്കോളജിക്കൽ ഇംബാലൻസ്, പരിസ്ഥിതിക്കുണ്ടായ ആഘാതം, അത് എർത്ത് ക്വേക്ക് ആവാം, അത് ഫ്ലഡ് ആവാം,
അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് ആവാം, എന്തോ ഒന്നുണ്ടായി, ഭൂകമ്പോ എന്തോ ഉണ്ടായി, അങ്ങനെ ഈ ഇൻഡസ് വാലി സംസ്കാരം നശിച്ചു എന്ന് അദ്ദേഹവും വാദിക്കുന്നു. ഇതും ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ തിയറിയും ധാരാളം ആളുകൾ അംഗീകരിക്കുന്നു എന്നതൊരു സത്യം. H.T. Bagbrick argued that the change in the course of the river Indus was the reason for the decline. H.T. Bagbrick എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നു, സിന്ധു നദിയിലെ വെള്ളത്തിന് ഗതി മാറി ഒഴുകിയതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു സംസ്കാരം നശിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നു, the people might have starved of water and gradually declined the city. അദ്ദേഹം പറയുന്ന ഇതാണ്, വെള്ളം മറ്റ് ദിശയിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് വെള്ളം കിട്ടാതെ വരുന്നു, അങ്ങനെ സംസ്കാരം നശിച്ചുപോയി എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു വ്യക്തി പറയുന്നു, അദ്ദേഹത്തിൻ്റെ പേര് D.P. അഗർവാൾ. He says that the non-availability of water in the Indus River affected the agricultural system of Indus Valley and hence the civilization got a steady decline. അദ്ദേഹം പറയുന്ന ഇതാണ്, അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഇൻഡസ് റിവറിൽ വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടാകുന്നു, ഷോർട്ടേജ് വരുന്ന സമയത്ത് അവരുടെ കൃഷി സംവിധാനങ്ങളെല്ലാം നശിച്ചു, അങ്ങനെ സംസ്കാരം നശിച്ചു എന്ന് പറയുന്നു. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇൻഡസ് റിവർ ആരംഭിക്കുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയത്തിൽ നിന്ന് ഒഴുകുന്ന എല്ലാ നദികൾക്കും എല്ലാ സമയത്തും വാട്ടർ ഉണ്ടായിരിക്കും. ഒന്നേ മഞ്ഞ് ഉരുകി വരും, അല്ലെങ്കിൽ മഴവെള്ളം വരും. അതുകൊണ്ട് അവർക്ക് യഥേഷ്ടം വാട്ടർ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇതും കൂടുതലായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. മോർട്ടിമർ വീലർ പറയുന്നത് ഇങ്ങനെയാണ്, ഹാരപ്പൻ സിറ്റീസ് വെയർ ഡിസ്ട്രോയിഡ് ബൈ ദ ആര്യൻ ഇൻവേഡേഴ്സ്. ഇതും ഒരു കാരണമാവാൻ സാധ്യതയുണ്ട്. ആര്യന്മാർ അതിനുശേഷം ഇൻഡസ് വാലി നശിക്കുന്ന സമയത്ത് തന്നെയാണ് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നത്. അവർ വന്നതായിരിക്കാം ഒരുപക്ഷെ ഈ സംസ്കാരം നശിക്കാനായിട്ടുള്ള കാരണമെന്ന് മോർട്ടിമർ വീലർ പറയുന്നു. ആര്യന്മാരുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് സംസ്കാരമാണ്. ഈ ഇൻഡസ് വാലിയിലെ ജനങ്ങളുടെ സംസ്കാരം എന്ന് പറയുന്നത് പ്യുവർ ദ്രാവിഡ സംസ്കാരമാണ്. ദ്രാവിഡന്മാരുടെ മേൽ ശരിക്കും ഒരു ഡോമിനേഷൻ അന്ന് ഉണ്ടാക്കിയെടുത്തു എന്നത് ഒരു സത്യമാണല്ലോ. അങ്ങനെ വരുമ്പോൾ സംസ്കാരം നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ തിയറിക്കും ശരിക്കും പ്രാധാന്യം ഉണ്ട് എന്നതൊരു സത്യം. ഹ്യൂമൻ സ്കെൽറ്റൻസ് ഡിസ്കവർഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് മോഹൻജദാരോ സപ്പോർട്ടഡ് ദിസ് തിയറി. ധാരാളം ആളുകൾ ഒരുമിച്ച് കുഴിച്ചിട്ടതായിട്ട്, ആളുകളുടെ ശവശരീരങ്ങൾ ഒരുമിച്ച് കുഴിച്ചിട്ടതായിട്ട് ധാരാളം തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻജദാരോയിൽ ധാരാളം ആളുകൾ ഒരു കുഴിയിൽ തന്നെ കിടക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ ഇവരുമായിട്ടുള്ള ഫൈറ്റിൽ മരിച്ച സമയത്ത് എല്ലാവരെയും ഒരു കുഴിയിലാക്കിയതും ആവാം. നോ ഡൗട്ട് a great civilization flourished on the banks of the river Indus got a steady decline after the arrival of the Aryans in India. എന്തായാലും ഒരു കാര്യം സത്യം, ഈ ആര്യന്മാരുടെ വരവിന് ശേഷം ഇൻഡസ് വാലിയിലെ സംസ്കാരത്തിന് വലിയൊരു നാശമുണ്ടായി എന്നത് മറ്റൊരു സത്യം തന്നെയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, സീ യു.